ഹായ് ചങ്ങായിമാരെ, നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഉദിത് നാരായണനെക്കുറിച്ചാണ്. ഉദിത് നാരായണൻ്റെ കാമഭ്രാന്തനെക്കുറിച്ച്. നമുക്കറിയാമായിരിക്കും, മൂപ്പർ മലയാളത്തിൽ കുറച്ച് പാട്ട് പാടിയാണ്, ഹിന്ദി ഗായകനാണ് മെയിനായിട്ട്. മൂപ്പർ മുംബൈയിൽ എങ്ങനെ ഒരു സ്റ്റേജിൽ കാണിച്ചു കൂട്ടിയ കാമഭ്രാന്തിൻ്റെ ഒരു ക്ലിപ്പ് ഇപ്പോൾ കാണിച്ചു തരാം. के पास आकर सेल्फी लेने लगती है और वो उनके गाल पर किस कर लेती है। ये किस पाकर अचानक उदित नारायण बेकाबू हो जाते हैं। वो तुरंत उस फीमेल फैन को पकड़ते हैं और उसके होठों पर किस कर लेते हैं। फैन ये പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി സെൽഫി എടുക്കാൻ വേണ്ടി പോകുകയാണ്. സെൽഫി എടുക്കുമ്പോൾ ആദ്യം ആ പെൺകുട്ടിയാണ് മൂപ്പർ മുഖത്തൊരു ചുംബനം കൊടുക്കുന്നത്. മൂപ്പർ അതിന് തിരിച്ചു കൊടുക്കുന്ന ചുംബനം കണ്ട് നിങ്ങൾ ചുണ്ട് കടിച്ചങ്ങ് പറിക്കുകയാണ്. ആ പെണ്ണാടുന്ന് അന്തം വിട്ടിട്ട് ആടുന്ന് മുങ്ങും മൂപ്പർ പെൺകുട്ടിയെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഓള് പക്ഷെ ജീവനം കൊണ്ട് ഓടി. നമുക്ക് ബാക്കി കുറച്ചുകൂടി ക്ലിപ്പ് കാണാം കേട്ടോ. एक महिला के साथ ऐसा नहीं करते, बल्कि जो भी महिला उनके साथ सेल्फी लेने के लिए आती है वो कहीं उसके गालों को चूमते हैं तो कहीं होठों पर किस कर लेते हैं। उदित नारायण की इस वीडियो को പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഉദിത് നാരായണൻ്റെ അംഗമാണ്. അംഗം പക്ഷേ ഈ സെൽഫി എടുക്കാൻ പറ്റുന്ന എല്ലാ പെണ്ണിനെയും പിടിച്ച് ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് ഈ സെൽഫി എടുത്തു പോലും കിട്ടിയില്ല പോലും. ഉമ്മ മസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആണുങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓനെ മൈൻഡാക്കുന്നില്ല, ഓനെന്തോ രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല കേട്ടോ, ഒരൊറ്റ പെണ്ണ് പോലും അതിനെതിരെ പ്രതികരിച്ചിട്ട് കണ്ടില്ല. ഇതങ്ങനെ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ ബോച്ചേൻ്റെ ഡബിൾ മീനിങ് പറഞ്ഞതിൻ്റെ മുകളിൽ ജയിലിലടച്ച് ഞാനടക്കം കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ അവസ്ഥ. കണക്കിനി കേരളത്തിലെ പെൺകുട്ടിയോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഓനെങ്ങാനും ഇങ്ങോട്ട് പാടാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോയേക്കല്ലേ, പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഓനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും ആളധികം. എന്തിനാ നിങ്ങൾ പോയിന്, ഓൻ അങ്ങനെയാണെന്ന് അറിയില്ലെന്നും പറഞ്ഞു. അതാണ് നമ്മളെ അവസ്ഥ ഉണ്ടാവുക. പിന്നെ ഈടുന്ന് കേസ് എടുത്തിട്ടില്ലെങ്കിൽ ഓനെങ്ങാനും ബോംബെയിലേക്കോ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കോ മുങ്ങിക്കഴിഞ്ഞാൽ ഒരു പുല്ലും ഓനെതിരെ കേസ് എടുക്കില്ല എന്ന് കേട്ടാറ്. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കുക കേട്ടോ.